ശ്രീ കെ എൽ മോഹനവർമ്മ, എഴുത്തിൻ്റെ കാര്യത്തിൽ എല്ലാ കാലത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക്, എഴുത്തിന്, സാഹിത്യ ശൈലിക്ക്. അതെങ്ങനെയാണ് അനുസ്മരിക്കാനാവുക ഈ ഘട്ടത്തിൽ? ഹലോ, കേൾക്കാം, പറയൂ. ഹലോ, എന്നോടാണോ? അതെ, പറഞ്ഞോളൂ സാർ. ഹലോ, എന്നോടാണോ? അതെ അതെ അതെ, അതിൻ്റെ കാര്യമുണ്ട്. അദ്ദേഹത്തിന് വാക്കുകളുടെ കാര്യത്തിൽ ഞാൻ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തെന്ന രീതിയിൽ പറയുന്നു. വാക്കുകളുടെ കാര്യത്തിൽ വളരെ ഒരു വാശിയുണ്ടായിരുന്നു. ആ വാക്കിൻ്റെ അർത്ഥം അത് വരത്തക്ക വിധം അദ്ദേഹത്തിൻ്റെ വാസ്തവത്തിൽ ഗദ്യം പോലും ഒരു കവിതയുടെ ഭാഗം പോലെയാണ് തോന്നാറ്. പക്ഷേ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത ആ വാക്കുകളെ സംബന്ധിച്ചുള്ളത് വിറകും കിട്ടാത്തതാണ്. അത് നേരിട്ട് പല സമയത്തും എന്നോട് പറയുകയും തമാശ പോലെ പറയുകയും ചെയ്യാറും ഇത് ചെയ്തിട്ട് പറയും. അതൊരു പ്രത്യേകതയായിരുന്നു അദ്ദേഹത്തിന്. വാക്കുകളുടെ ശക്തി, അതിന് വളരെ ഒരു വാക്ക് മാറ്റാനും തിരിച്ചെടുക്കാനും വേണ്ടി തന്നെ പല മണിക്കൂറുകളും ചിലപ്പോൾ ദിവസങ്ങളും കഴിക്കാറുണ്ട്. അതാണ് ഭാഷയ്ക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എനിക്കൊരു കാര്യമുണ്ട്, ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മരിച്ച കിടക്കുന്ന മുഖം കാണാനായിട്ട് വരികയില്ല. എനിക്ക് കാണേണ്ടത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന മുഖമാണ്. ഞാനവിടെ വന്നാൽ ഞാനിത് കാണും. കണ്ടു കഴിഞ്ഞാൽ അതായിരിക്കും ചിലപ്പം എൻ്റെ മനസ്സിൽ കിടക്കുക. അതെനിക്ക് പറ്റില്ല. എൻ്റെ മനസ്സിൽ അദ്ദേഹം എന്നും ജീവിച്ചിരിക്കുന്ന വാക്കുകളിലൂടെയാണ്, നമ്മളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലൂടെയാണ്, പറഞ്ഞിട്ടുള്ള തമാശകളിലൂടെയാണ്, ഓരോ സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ചേർന്ന് പല കാര്യങ്ങളുടെയും രഹസ്യത്തിൻ്റെ തമാശകളിലാണ്. ഇതെല്ലാം ഉള്ളപ്പോൾ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ ചെന്നാൽ അവസാനം നമ്മുടെ മനസ്സിൽ ആ മരണത്തിൻ്റെ മുഖം കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ മരിച്ച മുഖം കാണുന്ന തീർച്ചയായിട്ടും വരാൻ പാടില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അദ്ദേഹത്തിനും അതായിരിക്കും ഇഷ്ടം, ഒരു സംശയവുമില്ല. അത് നമ്മൾക്ക് മനസ്സിലാക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതേസമയം അദ്ദേഹം പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ദൂരെ നിന്നൊരാൾ വരും. അപ്പോൾ എന്നോട് പറയും, വർമ്മ ആ വരുന്ന ആളുണ്ടല്ലോ, ഒന്ന് സൂക്ഷിച്ചോണേ. പുള്ളി അദ്ദേഹത്തിനെ കാണാനും വർത്തമാനം പറയാനും എന്തെങ്കിലും വാക്കുകൾ കിട്ടാനും വേണ്ടിയാണ് വരുന്നത്. വർമ്മയൊന്ന് ഹാൻഡിൽ ചെയ്യുമെന്ന് പറയും. ഞാൻ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യും. ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കും, മിണ്ടാതിരിക്കും. അതായത് എല്ലാവരും വരുമ്പോൾ തന്നെ ഏകദേശം ഇന്നതിനാണ് വരുന്നത് എന്നുള്ള അത് തലയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പക്കായിട്ട് അതിനെക്കുറിച്ച് അറിയാം. ഇതൊരു വല്ലാത്ത കഴിവാണ് മലയാള ഭാഷയുടെ ഈ ചേഞ്ചസിൽ. ഇത് വെറും ഒരു നമ്മുടെ എന്താ പറയണ്ടേ, പണ്ട് കാലത്തെ അന്യൻ എന്ന് പറഞ്ഞ, അതായത് മൈ മദർ ഡൈഡ് യെസ്റ്റർഡേ ടുഡേ ഐ ഡോണ്ട് നോ എന്നും പറഞ്ഞിട്ടുള്ള ആ ആശയങ്ങളുടെ യൂറോപ്യൻ സാഹിത്യം എന്ന് നമ്മളെ അടിച്ച് കലക്കുമ്പോഴും അദ്ദേഹം അവിടെങ്ങും പോയില്ല. അദ്ദേഹം ഈ മലയാളി മണ്ണിൽ തന്നെ കിടന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ആ ഒരു വലിയ ശക്തി ഉണ്ടായിരുന്നു. ഒരുപാട് ചിരിക്കാനുള്ള സന്ദർഭം, ഒരുപാട് പറയാനുള്ള സന്ദർഭം. എന്നെ വിളിച്ച് പറയും, വർമ്മ നേക്ക് ഇവിടെ ഒരു സംഭവം നടന്നു, ഇവിടെ തമാശ, ഒരു വർമ്മയ്ക്ക് ചിലപ്പോൾ എഴുതാൻ സാധിക്കും എന്നും പറഞ്ഞ് ആ കഥ പറയുമായിരുന്നു. ഐ വാണ്ട് ഹിം ടു ലിവ് ഇൻ മൈ മൈൻഡ് ജസ്റ്റ് ആസ് യു നോ. ആ സുഹൃത്ത്, ആ സ്നേഹം അതെപ്പോഴും നിലനിൽക്കും. മനസ്സിലാവും ആ വികാര വായ്പ്. വർമ്മ സാർ, നന്ദി അങ്ങ് സംസാരിച്ചതിന്.